മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ നടിയാണ് നടി ആശാ ശരത്. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കായിരുന്നു ആശാ ശരത്തിൻ്റെ വളർച്ച. ഇതിനോടകം തന്നെ ഒരുപാട് മിക്ക അടിപൊളി സിനിമകളിലും ആശാ ശരത് അഭിനയിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമുള്ള വേഷവും ലഭിച്ചിട്ടുണ്ട്. തൻ്റെ അഭിനയ മികവ് കൂടി തന്നെയാണ് ആശാ ശരത് എന്നു കാണുന്ന ഈ നിലയിലേക്ക് വളർന്നു വന്നത്. സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവം തന്നെയാണ് നടി. തൻ്റെ ചെറുതും വലുതുമായ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി നടി പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കുന്ന വീഡിയോകളായാലും വാർത്തകളായാലും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇപ്പോൾ ഇതാ നടി ആശാ ശരത്തിൻ്റെ വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി നടി പങ്കുവച്ചിരിക്കുന്നത്. വേദന സഹിക്കാതെ സങ്കടം സഹിക്കാനാവാതെയാണ് നടി ആശാ ശരത് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയുടെ ക്യാൻസർ ബാധിച്ച അസുഖത്തെ പറ്റിയായിരുന്നു ആശാ ശരത് തുറന്ന് സംസാരിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായ ജയശ്രീയെ ഓർത്തായിരുന്നു നടി ആശാ ശരത് വേദനയോടെ തുറന്നു പറഞ്ഞത്. കാസർഗോഡ് സ്വദേശിയാണ് ജയശ്രീ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. മരണവാർത്ത കേട്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു പേരാണ് ജയശ്രീ എന്നും ജയശ്രീയെ ഓർത്ത് ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടുമെന്നും ജയശ്രീയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുമാണ് ആശാ ശരത് വ്യക്തമാക്കിയത്. പ്രിയപ്പെട്ട ജയശ്രീ, നിന്നെ എന്നും ഞാൻ ഒരുപാട് ഓർത്തുകൊണ്ടേയിരിക്കും. നീ വെറും ഒരു ശിഷ്യ മാത്രമല്ല, ക്യാൻസർ എന്ന വലിയൊരു അസുഖം നിന്നെ ബാധിച്ചിട്ടും നീ തളരാതെ മുന്നോട്ട് പോയി. നീ എൻ്റെ അടുത്ത് വന്നത് മുതൽ എൻ്റെ നൃത്തത്തിലും മറ്റു കാര്യങ്ങളിലും വന്ന മാറ്റം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വനിതാ ദിനത്തിലാണ് നീ എൻ്റെ ശിഷ്യയായി എൻ്റെ അടുത്തേക്ക് വരുന്നത്. അന്ന് മുതൽ തന്നെ വലിയ രൂപത്തിലുള്ള സൗഹൃദ ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായി എന്നുമെല്ലാം തന്നെ ആശാ ശരത് വ്യക്തമാക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളുടെ ക്യാൻസർ ബാധിച്ചുള്ള മരണം ആശാ ശരത്തിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. സങ്കടം നിറഞ്ഞ ഈ ഒരു വാർത്ത തന്നെയാണ് ആശാ ശരത് പുറത്തുവിട്ടത്. ഇതുപോലുള്ള അസുഖം എത്രമാത്രം ഒരാളെ വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ മലയാളികൾക്ക് ഒട്ടൊന്നും അറിവ് കുറവൊന്നുമല്ല. ആശാ ശരത്തിൻ്റെ ഈ ഒരു അവസ്ഥ എത്രയും വേഗം തന്നെ ഭേദമാറി തിരിച്ചു വരട്ടെ എന്നും വീണ്ടും പഴയ രൂപത്തിൽ ചിന്തിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും ശ്രമിക്കട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.